നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഓഫ് ബജറ്റ് വായ്പ, കണ്ടീൻജന്റ് ലയബിലിറ്റി, ഡയറക്റ്റ് ലയബിലിറ്റി, എക്സ്റ്റേണൽ ബോറോയിങ്, അങ്ങനെ ഒരുപാട് വാക്കുകൾ ഇന്ന് സഭയിൽ ഉയർന്നു കേട്ടു. ഭരണഘടനാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇരുപക്ഷവും വിളിച്ചു പറഞ്ഞു. കിഫ്ബി കണക്കെടുത്തതും മസാല ബോണ്ടുകൾ വഴി വായ്പയെടുത്തതും ഊന്നി പറഞ്ഞ് പലരും പലതും ചൂണ്ടിക്കാട്ടി. പരസ്പരം പഴിചാരിയും കുറ്റപ്പെടുത്തിയും ഭീഷണി മുഴക്കിയും വിവാദങ്ങളും കൊഴുത്തു. പക്ഷേ എന്താണ് യഥാർത്ഥ പ്രതിസന്ധി? കടമെടുത്ത് ചെലവ് നോക്കാൻ തുടങ്ങിയാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കും? ഇപ്പോൾ തന്നെ ഈ കൊച്ചു സംസ്ഥാനത്തിൻ്റെ പൊതുകടം 3 ലക്ഷം കോടിയിലേക്ക് കുതിക്കുകയാണ്. കഴിഞ്ഞ 4 വർഷവും 10 മാസവും കൊണ്ട് 1.5 ലക്ഷം കോടി നിന്നാണ് ഈ കുതിച്ചുചാട്ടം. ധനകാര്യ മാനേജ്മെൻറ്റിൽ ഒന്നുകൂടി എടുത്തു പറഞ്ഞാൽ തോമസ് ഐസക്കിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റിൽ എവിടെയാണ് പിഴയ്ക്കുന്നത്? കിഫ്ബി വിവാദം യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ്. സഭയിലെ ചോദ്യങ്ങൾക്ക് മന്ത്രിക്ക് മറുപടിയില്ലേ? എല്ലാം ഉയർത്തിക്കാണിക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചു. ജനം ഡിബേറ്റ് ഇന്ന് ചർച്ച ചെയ്യുകയാണ്. ഐസക്കിൻ്റെ കണക്ക് പുസ്തകത്തിൽ കിഫ്ബിയുടെ റോൾ എന്താണ്? ഈ ചർച്ചയിൽ എന്നോടൊപ്പം മുൻ AG ശ്രീ ജെയിംസ് ജോസഫ്, BJP നേതാവ് ശ്രീ PR ശിവശങ്കരൻ, CP നേതാവ് ശ്രീ VPP മുസ്തഫ, KPCC ജനറൽ സെക്രട്ടറി ശ്രീ PM നിയാസ് എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ ജെയിംസ് ജോസഫ് സാർ, വളരെയധികം സന്തോഷം. താങ്കൾ ഒരുപാട് തിരക്കുകൾക്കിടയിൽ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ആദ്യമേ താങ്കളോട് നന്ദി പറയുകയാണ്. കാരണം ഇതൊരു ഭരണഘടനാ പ്രശ്നം കൂടിയാണ്. ഇന്ന് നിയമസഭയിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടതും ഈ ഭരണഘടന ലംഘനം എന്നൊക്കെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഭരണഘടനാ ലംഘനമാണ് ഈ വിഷയത്തിൽ മസാല ബോണ്ടുകൾ സ്വീകരിച്ച വഴി, വിറ്റഴിച്ച വഴി സമാഹരിച്ചത് എന്ന് കൃത്യമായി പ്രതിപക്ഷവും BJPയും ചൂണ്ടിക്കാണിക്കുന്നു. ഇത് സാധുതയുണ്ടോ? ഇത് കൃത്യമാണ്? ഭരണഘടനാ ലംഘനമാണെന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. ആർട്ടിക്കിൾ 293(1) ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന് within the country, state government executive power of the state extends to borrowing within the limits of the country, within such limits as prescribed by government എന്നാണ് പറയുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ ബോറോയിങ്സേ പാടില്ല, സ്റ്റേറ്റ് ഗവൺമെന്റിന് ചെയ്യാൻ പറ്റില്ല. ലീവ് ലോൺ ഗ്യാരണ്ടി, അതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ. ആർട്ടിക്കിൾ 293(1) അത് സന്നിഗ്ധമാണ്, അതിനകത്ത് യാതൊരു സംശയവുമില്ല. പക്ഷേ സർ, ഈ 293 ഇവിടെ ബാധകമാകുന്നില്ല എന്നാണ് സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അതിനവർ പറയുന്നത് കിഫ്ബി ഒരു കോർപ്പറേറ്റ് ബോഡിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് സ്റ്റേറ്റ് എന്ന നിർവചനത്തിലേക്ക് കിഫ്ബി വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ 293, 151, 12, 36 ഈ അനുച്ഛേദങ്ങളൊന്നും തന്നെ ബാധകമാകുന്നില്ല എന്നാണ് സർക്കാരിൻ്റെ വാദം. CAG റിപ്പോർട്ടിൽ പറയുന്നത് കിഫ്ബി ഒരു കോർപ്പറേറ്റ് എൻറ്റിറ്റി ആണെന്ന് പറയുന്നില്ല. അതൊരു ഗവൺമെന്റിന്റെ ഒരു ഏജൻസിയാണ്. ഇനി ഒരു കോർപ്പറേറ്റ് എൻറ്റിറ്റി ആണെന്ന് വെച്ചാൽ തന്നെ അത് റീപേയ്മെന്റ് കപ്പാസിറ്റി ഇല്ല കിഫ്ബിക്ക്. അതുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് പെട്രോളിയം സെസ്സും പിന്നെ റോഡ് ടാക്സും ചേർത്ത് റീപേ ചെയ്യുകയാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെ റീപേ ചെയ്യുകയാണ്, ഗ്യാരണ്ടി പോലും അല്ല. അതിനപ്പുറം പോയിട്ട് സോ വിർച്വലി സ്റ്റേറ്റ് ഗവൺമെന്റ് ഈസ് എ ബോറോവർ. അതാണ് സംഭവം. സാർ, ഒരു നിമിഷം. ഇതിൽ ഭരണഘടനാപരമായ ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഒരു എക്സ്പേർട്ട് എന്ന നിലയ്ക്ക് താങ്കളിലേക്ക് വന്നത്. താങ്കൾ പറഞ്ഞ കാര്യം തന്നെയാണ്, റീപേയ്മെന്റ് കപ്പാസിറ്റി ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെയാണ് ഞാൻ ആദ്യമേ ആമുഖത്തെ സൂചിപ്പിച്ച പോലെ ശ്രീ PR ശിവശങ്കരൻ, ഇവിടെയാണ് അപകടം പതിയിരിക്കുന്നത്. ഈ പറയുന്ന പൊതുകടം ഇങ്ങനെ കുതിച്ചു ചാടുകയാണ്. കിഫ്ബിയിലൂടെയാണ് എല്ലാം വകയിരുത്തുന്നത്. കിഫ്ബിയിലാണ് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അവസാനം എത്തി നിൽക്കുന്നത്. ഈ കിഫ്ബിയുടെ റീപേയ്മെൻറ്റ് കപ്പാസിറ്റി, അതാണ് CAG റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ ഒരു കാതൽ. ഇതിൻ്റെയൊക്കെ ആത്യന്തിക ഭാരം ആർക്ക് എന്നതാണ് ചോദ്യം. ശ്രീ PR ശിവശങ്കർ.
വളരെ വ്യക്തമാണ്. എനിക്ക് ഈ മുൻ എ ജി ആയിട്ടുള്ള ജെയിംസ് സാറ് പറഞ്ഞതോടുകൂടി സാധാരണ ജനങ്ങൾക്ക് ഈ കിഫ്ബിയും അതിൻ്റെ താങ്കൾ നേരത്തെ പറഞ്ഞ ഒരുപാട് പദാവലിയും അതിൻ്റെ കൂടെ ആകസ്മിക ബാധ്യത, ഭരണഘടനയുടെ 293 ഇത്തരത്തിലുള്ള കുറേ പുതിയ വാക്കുകൾ പഠിച്ചു എന്നല്ലാതെ കേരളത്തിലെ ജനങ്ങൾക്ക് സത്യത്തിൽ ഇന്ന് ഈ നിയമസഭയിൽ നടന്ന ചർച്ചയുടെ ഭാഗമായിട്ട് പുതിയതൊന്നും പഠിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ എനിക്ക് ശ്രീ ജെയിംസ് സാർ പറഞ്ഞത് വളരെ വ്യക്തമാണ്, അത് പൂർണ്ണമായും ശരിയുമാണ്. ഇതിൻ്റെ റീപേയ്മെൻറ്റ് കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ട് കിഫ്ബിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുന്നത് കൊണ്ടും ഇത് പൂർണ്ണമായും കിഫ്ബി എന്നതൊരു കോർപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് കണക്കാക്കുവാൻ നിയമപരമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിയമത്തിൻ്റെയോ പിൻബലത്തിലോ സാധ്യമല്ല എന്ന് തന്നെയാണ് സാധാരണ മനുഷ്യൻ വളരെ കാര്യമായി ചിന്തിച്ചാൽ മനസ്സിലാകുന്നത്. ഇത് മാത്രമല്ല, നമുക്ക് വേറൊരു കാര്യമാണ് ചിന്തിക്കുക, ഇതുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ളതല്ല. ഇതിൻ്റെ വരുമാനം അല്ലെങ്കിൽ ഈ കിഫ്ബിയുടെ തിരിച്ചടവ് നടക്കുന്നത് ഇവിടുത്തെ നമ്മളുടെ കൺട്രോളർ ഓഡിറ്റർ ജനറലിൻ്റെ പട്ടികയിൽ 1.35 കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പെട്രോളിയം സെസ് ആകെ ഒരു 1371.11 കോടി രൂപ. ഇതാണ് തിരിച്ചടവായിട്ട് 2018-19 വരെ കിട്ടിയിട്ടുള്ളത്. ഇത് സൂചിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ വരുമാനം കൂടാണ്ട് അല്ലെങ്കിൽ മറ്റുള്ളത് കൂടാണ്ട് പെട്രോളിൻ്റെ വരുമാനത്തിൽ നിന്ന് ഇത്രയേറെ വലിയ തുക വികസനത്തിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ പിരിക്കുന്നു എന്നല്ലേ. അപ്പോൾ ഇത് തന്നെയല്ലേ കേന്ദ്ര സർക്കാർ ചെയ്തിരുന്നത്. പെട്രോളിയത്തിൻ്റെ വരുമാനത്തിൽ അവർ ബജറ്റിൽ കൂടെ കൂട്ടാത്ത ഇത്തരത്തിലുള്ള എക്സൈസ് ഡ്യൂട്ടി കൂട്ടുമ്പോൾ അതിനെ എതിർത്തിരുന്ന സർക്കാരാണ് ഇവിടെ അഡീഷണൽ 1% സെസ് കൂടെ കൂട്ടിയിട്ട് ഈ പെട്രോളിയം ഇൻകത്തിൽ നിന്ന് ഇത്ര രൂപ പിരിക്കുന്നത്. അത് തന്നെ വിചിത്രമായിരിക്കുന്നു. കേരളത്തിലെ പെട്രോളിയം സെസ് ഇത്രയേറെ കിട്ടിയെന്നുള്ളതും. അപ്പോൾ ഇത് മറ്റൊരു തരത്തിൽ സൂചിപ്പിക്കുന്നത് ഇത് സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ബേർഡൻ ആയിരിക്കുന്നു. അതുകൊണ്ട് ഇതൊരു കോർപ്പറേറ്റ് എൻറ്റിറ്റി ആകാൻ പറ്റില്ല. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സംസ്ഥാനത്തെ ചീഫ് മിനിസ്റ്റർ തന്നെ ഇതിൻ്റെ ചെയർമാനായും ഫിനാൻസ് മിനിസ്റ്റർ വൈസ് ചെയർമാനായും ആയിരിക്കുന്ന ഒരു എൻറ്റിറ്റിയെ അത് സ്റ്റേറ്റ് എന്നോ കോർപ്പറേറ്റ് എന്നോ എന്ത് വിളിച്ചാലും അതിനെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമല്ലാതെ കാണുവാൻ അത് CNDGക്കോ അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്കോ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ വാദം. 2, ഈ കിഫ്ബി കടമെടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചടയ്ക്കുന്നത് സംസ്ഥാന സർക്കാരാണ് എന്നുള്ളത് കൊണ്ട് അത് സംസ്ഥാന സർക്കാരിൻ്റെ ഇവിടെയാണല്ലോ തർക്കം വരുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഒരു കടം അത് 3% ആയിട്ട് നിജപ്പെടുത്തുന്നുവെങ്കിൽ എക്സ്റ്റേണൽ ബോറോയിങ്സ് ഔട്ട് ബാക്കിയുള്ള ബോറോയിങ്സ് എല്ലാം ഇത് അതിന് അഡീഷണൽ ആയിട്ടാണല്ലോ ഇപ്പോൾ ബാക്കിയുള്ളത് വാങ്ങിക്കുന്നത്. പിന്നെ എന്തിനാണ് ഈ 3% എന്നുള്ളത് GDPയുടെയിലും ഇതിൻ്റെയിലും 3% എന്നുള്ളത് നിർബന്ധം പിടിക്കുന്നത്? പുറത്തു നിന്ന് എത്രയേറെ വരുമാനം അല്ലെങ്കിൽ കടം വാങ്ങിക്കുവാൻ അവകാശം നൽകുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നിയമത്തിന് യാതൊരു ബന്ധമില്ലല്ലോ. അവിടെയല്ലേ പ്രശ്നം. അപ്പോൾ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന സർക്കാർ നിരന്തരം കടം വാങ്ങിക്കൊണ്ട് ഇങ്ങനെ വികസന പ്രവർത്തനം നടത്തുന്നു എന്ന് പറയുന്നു. പക്ഷേ അവിടെയും ഒരു പ്രശ്നമുണ്ട്. നമുക്കറിയാമല്ലോ, നമ്മൾ ബഡ്ജറ്റ് ചർച്ചയുടെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് നമ്മളുടെ സംസ്ഥാനത്തിൻ്റെ കടം ഈ UDF സർക്കാരിൽ നിന്ന് LDF സർക്കാർ വാങ്ങിച്ചപ്പോൾ 1.5 lakh crore അതായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഏതാണ്ട് 3 ലക്ഷം കോടിയുടെ അടുത്തെത്തിയിരിക്കുന്നു. അതിൻ്റെ വികസനം എവിടെ? 1.5 ലക്ഷം കോടിയുടെ വികസനവും അതിൻ്റെ കൂടെ ഈ കിഫ്ബിയുടെ വികസനവുമായിട്ട് ഇവിടുത്തെ സംസ്ഥാന സർക്കാർ ഉയർത്തിക്കാണിക്കുന്നത് കുറച്ച് പാലങ്ങളും ചില പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് കുറച്ച് സ്ഥലം എടുത്തതും 2-3 ഹൈവേയുടെ സ്ഥലം എടുത്തതല്ലേ കാണിക്കുന്നത്. അപ്പോൾ ഇത്രയേറെ വലിയ കടബാധ്യത ഉണ്ടാക്കിയ സർക്കാർ, അതിനുശേഷവും ഈ എക്സ്റ്റേണൽ ബോറോയിങ്സ് ഇത്രയേറെ വാങ്ങിച്ചു കൂട്ടിയ സർക്കാർ, അതും ഈ 10% പലിശയ്ക്ക് കടം വാങ്ങിയ സർക്കാർ, ആ സർക്കാരിൻ്റെയൊക്കെ വികസനമായിട്ട് തൃപ്പൂണിത്തുറ MLA പറയുന്നത് പോലെ ചില ഒരു എൻജിനീയറിംഗ് മാർവലസ് അല്ലെങ്കിൽ എൻജിനീയറിംഗ് ഒരു വലിയ എസ്തറ്റിക് സെൻസുള്ള എൻജിനീയറിംഗ് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കി എന്നൊക്കെ പറയുമ്പോൾ ജനങ്ങൾ അതിനെ പുച്ഛത്തോടെയാണ് കാണുക. കാരണം അത്തരത്തിലുള്ള വികസനം ഒന്നും ഇവിടെ ജനങ്ങൾ കണ്ടിട്ടില്ല. ആകെ നടന്നത് ഇവിടെ നഖങ്ങൾ കൊണ്ട് മാന്തുമ്പോൾ, മനുഷ്യ നഖങ്ങൾ കൊണ്ട് മാന്തുമ്പോൾ തകർന്നു വീഴുന്ന കുറച്ച് സ്കൂൾ കെട്ടിടങ്ങൾ മാത്രമാണ് ജനങ്ങളുടെ മുന്നിലുള്ളത്. മറ്റു വികസനങ്ങളെല്ലാം ഈ കടത്തിൻ്റെ പേരിൽ. ഒരൊറ്റ കാര്യം കൂടി സാർ, നമ്മൾ ആലോചിക്കേണ്ടത് ഈ അടുത്ത 25 വർഷത്തെ വികസനമാണ് ഞാനിതാ മുന്നിൽ വെച്ചത് എന്ന് പറഞ്ഞപ്പോൾ അടുത്ത 50 തലമുറ 50ഓളം വർഷങ്ങൾക്കുള്ള തലമുറയുടെ അവരുടെ കൂടി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ അവരുടെ കൂടിയുള്ള ടാക്സ് മുഴുവൻ ഏതോ കോർപ്പറേറ്റ് ജയൻസിന് വിദേശത്തുള്ള ഏതോ ചെകുത്താന് കൊടുക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടുള്ള വികസനത്തെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അത് ജനങ്ങളെയും ഈ കേരളത്തെയും ഇവിടുത്തെ അടിമകളാക്കുന്ന ഒരു സംസ്ഥാനമായി ഒരു ഗവൺമെൻറ്റായി പോയി ഈ പിണറായി വിജയൻ്റെ സർക്കാർ എന്നാണ് എനിക്ക് ഇതിനെക്കുറിച്ച് ആമുഖമായി പറയാനുള്ളത്. തീർച്ചയായും എനിക്ക് തോന്നുന്നു ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ശ്രീ VPP മുസ്തഫ, ആ ക്വസ്റ്റ്യൻ അവിടെ തന്നെ ഉണ്ട്. വിവാദങ്ങളും ഈ പറയുന്ന കാര്യങ്ങളും നമുക്ക് മെറിറ്റിലേക്കൊക്കെ വിശദമായി തന്നെ പോകാം. പക്ഷേ ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ്. കണക്ക് പുസ്തകത്തിൽ എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ ഇപ്പോഴും ഉണ്ടോ? ഒരു പക്ഷേ അതൊക്കെ മറച്ചു വെക്കാനാണോ ഈ വിഷയത്തിലൊരു വിവാദത്തിലേക്ക് ഈ പറയുന്ന ഒരുപാട് ടേമുകളൊക്കെ എടുത്ത് പയറ്റി വിവാദത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്? കാരണം ആത്യന്തികമായ പ്രശ്നം ഇപ്പോഴും അവിടെയുണ്ട്. ഒന്ന്, പൊതുകടം കുതിച്ചുയരുന്നത്.
അത് എന്താണ് ധനകാര്യ മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നമെന്നാണ് നമുക്ക് കൃത്യമായി തന്നെ പരിശോധിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, മാലഫൈഡ് ഇൻറ്റൻഷൻ എന്നൊരു വാക്കാണ് ഇന്ന് ധനമന്ത്രിക്ക് കൃത്യമായി തന്നെ ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് എത്തിക്സ് കമ്മിറ്റി വിശേഷിപ്പിച്ചത്. മാലഫൈഡ് ഇൻറ്റൻഷൻ ഇവിടെ എങ്ങനെയാണ് സാധൂകരിക്കുന്നത്? കാരണം ഇവിടെ പ്രശ്നം അവിടെ തന്നെയുണ്ട്. ശ്രീ VPP മുസ്തഫ. കേരള സർക്കാർ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വേദിയാണ്. C&AG ഒരു ഭരണഘടനാ സ്ഥാപനവുമാണ്. ഇതൊക്കെ നേരായ വഴിക്ക് പോകുമ്പോൾ ആളുകൾ ശരിയായ നിലയിൽ അതിന്റെ നടപടികളെ അംഗീകരിക്കും. C&AGയുടെ ഏത് റിപ്പോർട്ടും അതിന്റെ ശരിയായ രൂപത്തിൽ വന്നാൽ നമ്മളെല്ലാം മാനിക്കും. എന്നാൽ ഇപ്പോ കിഫ്ബിയെ സംബന്ധിച്ചിട്ടുള്ള C&AG റിപ്പോർട്ട് തന്നെ അങ്ങനെ ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ തനിമയും അതിന്റെ വിശുദ്ധിയും കാത്തു സൂക്ഷിച്ചുകൊണ്ടുണ്ടായിട്ടുള്ളതല്ല. അതുകൊണ്ട് തന്നെ തീർത്തും രാഷ്ട്രീയ പ്രേരിതമായി ഉണ്ടാക്കപ്പെട്ട ഒരു റിപ്പോർട്ടിലെ പരാമർശം വെച്ചിട്ട് C&AG റിപ്പോർട്ട് മഹത്തരവും അതിലെ കണ്ടെത്തലുകൾ മഹത്തരവും സംസ്ഥാനത്തെ ഗവൺമെന്റും അതിന്റെ ധനകാര്യമന്ത്രിയും എന്തോ മഹാകുഴപ്പവും ചെയ്തു വെച്ചിരിക്കുന്നു എന്ന് വിലയിരുത്തുന്നത് തന്നെ അസംബന്ധമാണ്. കാരണം ഈ C&AG റിപ്പോർട്ട് തന്നെ അത് കാത്തു സൂക്ഷിക്കേണ്ട ഒരു ഭരണഘടനാ സ്ഥാപനം എന്നുള്ള നിലയിൽ അത് കാത്തു സൂക്ഷിക്കേണ്ട ഒരു പരിഭാവനതയോടുകൂടിയല്ല ഉണ്ടായിട്ടുള്ളത്. അത് എത്രയോ തവണ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക് വ്യക്തമാക്കി കഴിഞ്ഞു. അതിന് ഇന്നേ വരെ ഒരു കൃത്യമായ വിശദീകരണം നൽകാൻ C&AG തയ്യാറായിട്ടില്ല. അപ്പോ രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടി ഒരു ഭരണഘടനാ സ്ഥാപനം പെരുമാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ നിലയിലെ അതിനെ കാണാൻ വേണ്ടി കഴിയുള്ളൂ. അതുകൊണ്ട് കിഫ്ബിയെ സംബന്ധിച്ച C&AG റിപ്പോർട്ടിലെ പരാമർശങ്ങൾ തന്നെ അസംബന്ധമാണ്. അപ്പൊ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അത് ശരിയാണ് എന്ന് കരുതിയിട്ടുണ്ട് നമ്മൾ കരുതാൻ. ആ പരാമർശം തന്നെ അസംബന്ധമാണ്. അങ്ങനെ ഇരിക്കെ പിന്നെ അത് ഏതെങ്കിലും തരത്തിൽ മാത്രമായി തീരുന്നില്ല. വളരെ കൃത്യമായിട്ടും ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ എക്സ്റ്റേണൽ ബോറോയിങ്സ് ഉണ്ടായിരിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനുമതി വാങ്ങിച്ചിട്ടാ, അല്ലാതെ സോമോട്ടോ കിഫ്ബിയോ കേരള സ്റ്റേറ്റ് ഗവൺമെന്റോ നടത്തിയിട്ടുള്ള ഇടപെടലല്ല. ഈ കൃത്യമായിട്ടുള്ള രേഖ നമ്മുടെ മുന്നിൽ ഉണ്ടല്ലോ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അനുവാദം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ബോഡി കോർപ്പറേറ്റ് എന്നുള്ള നിലയിൽ കിഫ്ബി, അത് കോർപ്പറേറ്റ് ബോഡി പോലും അല്ല. നമ്മള് പദങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അർത്ഥമുണ്ട്, അത് ഉപയോഗിക്കണം. അപ്പൊ പിന്നെ കുറെ പുതിയ പദങ്ങൾ പഠിക്കാൻ പറ്റി, അതൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടല്ലേ ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ ആ നിയമത്തിന്റെ ആദ്യ ഭാഗത്ത് എന്താ പറയുക, ഓരോ ടേമിനെ കുറിച്ചുമുള്ള നിർവചനമാണ്, ഡെഫിനിഷനാണ്. അതുകൊണ്ട് കോർപ്പറേറ്റ് ബോഡി വേറെയാണ്, ബോഡി കോർപ്പറേറ്റ് വേറെയാണ്, ഗവൺമെന്റ് എന്ന് പറയുന്ന എൻറ്റിറ്റി വേറെയാണ്. അപ്പൊ ഇവിടെ ഒരു ബോഡി കോർപ്പറേറ്റ് എന്നുള്ള നിലയിലാണ് കിഫ്ബി എടുത്തിട്ടുള്ളത്. സിയാൻ എടുത്തിട്ടില്ലേ? വായ്പ എക്സ്റ്റേണൽ ബോറോയിങ്സ് ഉണ്ടായിട്ടില്ലേ? കൊച്ചി മെട്രോ കേരളത്തിൽ തന്നെ എക്സ്റ്റേണൽ ബോറോയിങ്സ് ഉണ്ടായിട്ടില്ല. അല്ല, അത് കൃത്യമായി തന്നെ ഇന്ന് ധനമന്ത്രി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട് ശ്രീ VPP മുസ്തഫ. മാത്രമല്ല അദ്ദേഹത്തിന്റെ പോയിന്റ് വളരെ കൃത്യമാണ്. ഈ 99 മുതൽ 2018 വരെയുള്ള ഓഡിറ്റിങ്ങിൽ വായ്പ എടുക്കാനുള്ള കിഫ്ബിയുടെ ഭരണഘടനാ അവകാശത്തെ പറ്റി പറയുന്നില്ല എന്ന കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതൊക്കെ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഈ ഓഫ് ബജറ്റ് വായ്പകളുടെ ഒരു പ്രശ്നം അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. വിമർശിക്കുന്നത് അല്ല, അത് അംഗീകരിക്കുന്നു. ഈ ഓഫ് ബജറ്റ് വായ്പകൾ എടുക്കണോ വേണ്ടിയോ എന്നുള്ളൊരു പ്രശ്നം അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇന്ന് ഈ VD സതീശൻ അത് കൃത്യമായി ചൂണ്ടിക്കാണിച്ചപ്പോൾ ധനമന്ത്രി ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു കണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കാണേണ്ടത് C&AG റിപ്പോർട്ട് തന്നെ അസംബന്ധമാണ്. പിന്നെ അതിലെ പരാമർശം മാത്രമാണ് എന്ന് കരുതിയിട്ട് എന്തെങ്കിലും വിശദീകരിക്കേണ്ട ഭാഗം ഞങ്ങളുടെ ഭാഗത്തു നിന്നില്ല. ഇപ്പോ ബഹുമാന്യനായ ജെയിംസ് സാർ പറഞ്ഞത് എന്താ, ഇത് വായ്പയുടെ തിരിച്ചടവ്, അത് വെച്ചിട്ടാണ് അദ്ദേഹം ഒരു ക്ലോസ് പറഞ്ഞത്. വായ്പയുടെ തിരിച്ചടവ് സർക്കാരാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അറിയാമല്ലോ, ഏത് പൊതുമേഖലാ സ്ഥാപനം വായ്പ എടുത്താലും ഗ്യാരണ്ടി നിൽക്കുന്നത് ആരാ? ഏത് പൊതുമേഖലാ സ്ഥാപനം? കിഫ്ബി മാത്രമല്ല, ഇപ്പൊ KSRTCക്ക് വേണ്ടിയിട്ട് എത്ര ബോറോയിങ്സ് എടുക്കുക? അത് കേരളത്തിൽ നിന്ന് തന്നെയും എടുക്കുന്നുണ്ട്. ഇപ്പൊ ശമ്പളം പോലും കൊടുക്കുന്നത് കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുത്തിട്ടാ. ആരാ ഗ്യാരണ്ടി? അപ്പൊ ഇങ്ങനെ ഏത് പൊതുമേഖലാ ഏത് സംസ്ഥാനത്തും, കേരളത്തിൽ മാത്രമല്ലല്ലോ, അദ്ദേഹം ഇന്ത്യ മുഴുവൻ പഠിച്ചിട്ടുള്ള ഒരാളല്ലേ. യെസ്, തീർച്ചയായും. അല്ല, അത് തന്നെയാണ് ഏറ്റവും പ്രശ്നം ശ്രീ VPP മുസ്തഫ. ഒരു സാധാരണക്കാരുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ ഒരു കുടുംബമായാൽ പോലും ഇങ്ങനെ വായ്പയെടുത്ത് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കടം വാങ്ങി എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നൊരു ചോദ്യമാണ് അവിടെ അവശേഷിക്കുക. യെസ്, ശ്രീ KPCC ജനറൽ സെക്രട്ടറി ശ്രീ PM നിയാസ് കൂടി ഈ ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട്. അദ്ദേഹത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊന്ന് ശ്രീ ജെയിംസ് ജോസഫിലേക്ക് പോവുകയാണ്. ശ്രീ ജെയിംസ് ജോസഫ്, ഒരു വിശാലമായ കാഴ്ചപ്പാട് ചിന്തിക്കുമ്പോൾ എന്താണ് പ്രശ്നം എന്നൊരു ചോദ്യമാണ്. നേരത്തെ ശ്രീ VPP മുസ്തഫയും ചോദിച്ചത് തന്നെയാണ്. കാരണം ഗ്യാരണ്ടി ആയിട്ട് സർക്കാർ ഉണ്ടല്ലോ. ഇപ്പോൾ സഹകരണ ബാങ്കുകൾ വായ്പ എടുക്കുന്നുണ്ട്, തദ്ദേശ സ്ഥാപനങ്ങൾ ഗ്യാരണ്ടി ആയിട്ടുണ്ട്. അപ്പോൾ ഗ്യാരണ്ടി ആയിട്ട് സർക്കാർ ഉണ്ടല്ലോ എന്ന ഒരു മറുപടി, ആ രീതിയിലുള്ള ഒരു പ്രതികരണം വരുമ്പോൾ
ആത്യന്തികമായി ഇതിൻ്റെയൊക്കെ ഭാരം ആർക്കാണെന്ന ചോദ്യം ബാക്കിയില്ലേ? എന്നോടാണോ? ശ്രീ ജെയിംസ് ജോസഫ് സർ. ഓക്കെ. ശ്രീ മുസ്തഫ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് പ്രധാനപ്പെട്ട പൊതുവായിട്ട് പറഞ്ഞത് CAG-യുടെ ഈ റിപ്പോർട്ട് രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ളത്, അസംബന്ധമാണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ചർച്ചയ്ക്ക് ആവശ്യമില്ലല്ലോ, അതിന് ഉത്തരം പറയാം. കാരണം ഇത് കോൺസ്റ്റിറ്റ്യൂഷന്റെ വയലേഷൻ ആണോ ഇല്ലയോ എന്നുള്ളതാണ് ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻ. അത് ചർച്ചാ വിഷയം, ചർച്ചയ്ക്ക് പോലും വരുന്നില്ല, ആണോ ഇല്ലയോ എന്നുള്ളത്. എന്തുകൊണ്ട് എഴുതി എന്നുള്ളത് വിട്ടേക്കാവുന്നില്ല. കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 293 1ന്റെ വയലേഷൻ ആണോ, അതനുസരിച്ച് എക്സ്റ്റേണൽ ബോറോയിങ്സ് ഒരു സ്റ്റേറ്റിനും പാടില്ല, എക്സ്റ്റേണൽ ഗ്യാരണ്ടിയും ചെയ്യാൻ പറ്റുകയില്ല, രണ്ടും പറ്റുകയില്ല. പിന്നെ ശ്രീ മുസ്തഫ പറഞ്ഞ മറ്റൊരു കാര്യം, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിന്റെ ബോറോയിങ്സ്, എക്സ്റ്റേണൽ ബോറോയിങ്സും ഇന്റേണൽ ബോറോയിങ്സ് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊക്കെ കണ്ടിൻജന്റ് ലയബിലിറ്റിയാണ്, ആകസ്മികമായ ബാധ്യതയാണ്. ഈ കേസില് കിഡ്നി ലോണിന്റെ മസാല ബോണ്ടിന്റെ കാര്യത്തില് ആകസ്മിക ലയബിലിറ്റി അല്ല, അത് ഡയറക്റ്റ് ലയബിലിറ്റി ആണ്. അതാണ് CAG റൈസ് ചെയ്ത ഫണ്ടമെന്റൽ പോയിന്റ്. സോ ദി ഗവൺമെന്റ് ഓഫ് കേരള ബിക്കംസ് എ വെർച്വൽ ബോറോവർ, കിഡ്നി അല്ല. അപ്പം ദാറ്റ് ഈസ് എ വയലേഷൻ ഓഫ് ദിസ് തിങ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നല്ല ഉദ്ദേശത്തോടു കൂടിയാണ്, മാലഫേഡൊന്നുമില്ല. പൈസ ഇത് ലോൺ എടുക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. FRBM ആക്ട് എന്ന് പറഞ്ഞ ഫിസ്ക്കൽ റെഗുലേറ്ററി ആൻഡ് ബജറ്ററി മാനേജ്മെന്റ് ആക്ട് എന്ന് പറഞ്ഞ അതനുസരിച്ച് കേരളത്തിന്റെ ഒരു സ്റ്റേറ്റിന്റെ GSDP ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിന്റെ 3% ആകാവുള്ളൂ ലോൺ. ഇപ്പൊ തന്നെ അല്ലാതെ തന്നെ കിഡ്നി ലോൺ എടുക്കുക തന്നെ 3.5% ആയിട്ടുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും മാർഗം വേണ്ടേ എന്ന് വിചാരിച്ച് എടുക്കുന്നു. അങ്ങനെയാണ് കിഡ്നി ലോണിന്റെ ഐഡിയ തന്നെ വരുന്നത്. ഓഫ് ബഡ്ജറ്റ് ഇതാണ് എടുക്കുന്നത്. പക്ഷെ ദാറ്റ് ഈസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്നാണ് ഇപ്പൊ CAG പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് എനിക്ക് തോന്നുന്നില്ല തർക്കമൊന്നും ഉണ്ടാകാൻ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ വേറെ കാര്യം പറയാനുള്ളത്, ഈ ഫിസ്ക്കൽ കിഡ്നി ആക്ട് തന്നെ 2016 അമെൻമെന്റ് വന്നത്. കിഡ്നി ആക്ട് തന്നെ ഇറ്റ് ഈസ് ഇൻ കോൺഫ്ലിക്ട് വിത്ത് ദി ഫിസ്ക്കൽ റെഗുലേറ്ററി ആൻഡ് ബജറ്ററി മാനേജ്മെന്റ് ആക്ട് ഓഫ് ദ പാർലമെന്റ്. അതിനൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. കാരണം ആ 3% അപ്പുറം പോകും. ഇതുകൂടെ എടുത്താൽ 3% അപ്പുറം പോകും. അങ്ങനെ വരുമ്പോൾ അതൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഇറ്റ് ഈസ് എ വയലേഷൻ ഓഫ് ദി FRBM ആക്ട്. അത് കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 254(2) പറഞ്ഞിരിക്കുന്നത്, when there is a conflict between the Central Act and the State Act, the assent of the President of India is required for passing of that. അങ്ങനെ വരുമ്പം കിഡ്നി ആക്ട് തന്നെ, അതിന്റെ വാലിഡിറ്റി തന്നെ ക്വസ്റ്റ്യനബിൾ ആവും. പിന്നെ മൂന്നാമത്തെ കാര്യം, ഇത് റിസർവ് ബാങ്ക് പെർമിഷൻ കൊടുത്തു എന്നുള്ളത് സത്യമായിരിക്കും, കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ റിസർവ് ബാങ്കിന്റെ ആ ആക്ടിനെയും CAG ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇറ്റ്സ് ക്വസ്റ്റ്യനബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്, ഒറ്റ നിമിഷം നിയാസിലേക്ക് പോകുന്ന ശ്രീ PR ശിവശങ്കർ, എനിക്കൊരു വളരെ ചുരുങ്ങിയ വാക്കുകൾ വേഗത്തിലൊരു മറുപടി. ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് ഈ കിഫ്ബിയെ സംബന്ധിച്ചിടത്തോളം ചോദ്യം ചെയ്യുമ്പോൾ തന്നെ ഇതിൽ ജനങ്ങൾക്ക് അറിയേണ്ട ഏറ്റവും മിനിമം കാര്യം, ഈ സംസ്ഥാനത്തിൻ്റെ കടബാധ്യത 3% കൂടുതലാകാൻ പാടില്ല എന്നുള്ള ഏറ്റവും മിനിമമായൊരു കാര്യം. അതിനെ ഓവർകം ചെയ്യുവാൻ, അതായത് നമ്മളുടെ വരവിനേക്കാൾ കൂടുതൽ ചിലവാകുമ്പോൾ അതിൻ്റെ ഒരു 3% വരെ ഗ്രോത്ത് ആവാം. അതിനെ മറികടക്കുന്നു വെച്ചാൽ ഇവിടെ വരവിനനുസരിച്ചിട്ടല്ല ചിലവ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് എന്ന് തന്നെയാണ് അർത്ഥം. അത് തന്നെ ഈ ബേസിക്കലി ഈ നമ്മളുടെ ബഡ്ജറ്റിനെ കുറിച്ചും നമ്മളുടെ രാജ്യത്തുണ്ടാകുന്ന നിയമത്തെക്കുറിച്ചൊക്കെയുള്ള ഒരു ആ നിയമത്തെ തെറ്റായി മറികടക്കുവാൻ, അല്ലെങ്കിൽ അതിനെ മറികടക്കുവാനാണെന്നുള്ളതാണ് പ്രധാന പ്രശ്നം. അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റ് ചർച്ചയും അതല്ലെങ്കിൽ അതിൻ്റെ മേലുള്ള ഈ കിഫ്ബി കടബാധ്യതയുമെല്ലാം സത്യത്തിൽ കേരളത്തിലൂടെ
ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ്. അതിൻ്റെ മുകളിലാണ് അതിലെ അഴിമതിയും കൂടി കൂട്ടി വായിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കിഫ്ബി എന്നുള്ളത് അത് ഭരണഘടനാപരമായി തെറ്റാണ്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് RBIയുടെ സാങ്ഷൻ മേടിച്ചുകൊണ്ട് വിദേശത്ത് നിന്ന് ഫെമ വയലേഷൻ വഴി മേടിക്കാമെന്നുള്ളത് അതിലേറെ തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ നാളെ ത്രിതല പഞ്ചായത്ത് സർക്കാരുകൾ, ഒരു മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനൊക്കെ ഈ സംസ്ഥാന സർക്കാരിനോട് പറയാണ്ട് വിദേശ വായ്പ വാങ്ങിച്ചാൽ സംസ്ഥാന സർക്കാർ അതിന് എൻ്റെ പ്രശ്നം അതാണ്. കാരണം എനിക്കുള്ളൊരു സംശയം അതാണ്. കാരണം നാളെ തിരുവനന്തപുരം കോർപ്പറേഷൻ വിചാരിക്കുകയാണ് ഞങ്ങൾക്ക് ജർമ്മനിയിൽ നിന്നൊരു വായ്പ മേടിക്കണം. ഈ സർക്കാർ എങ്ങനെ അതിനെ എതിർക്കും? പറ്റില്ല. അത് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഈ ത്രിതല പഞ്ചായത്തിൽ ഇപ്പോൾ പാലക്കാട് BJP ഗവൺമെൻറ് വിചാരിക്കുകയാണ്, കൃഷ്ണകുമാറും ഇതെങ്ങാണ്ട് വിചാരിക്കുകയാണ് ഞങ്ങൾക്ക് കുറച്ച് കടം മേടിക്കണം, 1000 പേര് കടം മേടിച്ചു, ഞങ്ങൾ ഗ്യാരണ്ടി കൊടുക്കാം, അവിടുത്തെ മുനിസിപ്പാലിറ്റി കടം കൊടുക്കണു. ഈ സംസ്ഥാന സർക്കാരിനെ എതിർക്കാൻ പറ്റുമോ? ഇത് പറ്റില്ലല്ലോ. പിന്നെ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, കേന്ദ്ര സർക്കാർ പെട്രോളിയം ടാക്സ് വെക്കുമ്പോൾ ഇവരെതിർക്കുകയും ഇവർ അഡീഷണൽ വികസനത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ മേളിൽ ഒരു % സെസ് കൂട്ടിച്ചേക്കുകയും ചെയ്യുമ്പോൾ അത് ജനാധിപത്യമാണ്, അത് ഞങ്ങളുടെ അവകാശമാണ്. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് ഇത്തരത്തിലുള്ള കാര്യം ചെയ്യുമ്പോൾ അത് ഫെഡറലിസത്തിലേക്കുള്ള കടന്നുകയറ്റമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്, പാവപ്പെട്ടവർക്കെതിരാണ്. ഈ രണ്ട് നിയമങ്ങൾ തമ്മിൽ യോജിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെയെങ്കിൽ നാളെ ഇവിടുത്തെ ഓരോരോ പഞ്ചായത്തുകളും എല്ലാം വിദേശ കടം വാങ്ങിക്കും. അവർ ഡയറക്റ്റ് ഇനിയിപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്തും കൂടെ തുടങ്ങുമ്പോൾ സംസ്ഥാന സർക്കാർ ചെയ്തത് അതുപോലെ ഇനി സംശയമുള്ളൂ. ശ്രീ PM നിയാസ്, എനിക്ക് തോന്നുന്നു ഒരു അസുലഭ അവസരമാണ് ലഭിച്ചത്. കാരണം തുറന്ന ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാകുക എന്നത് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഒരു ഭാഗ്യം കൂടി എന്ന് വേണം പറയാൻ. കാരണം ചർച്ചയിൽ കിട്ടുകയാണല്ലോ, സർക്കാരിനെ സഭയിൽ കിട്ടുകയാണല്ലോ. പക്ഷേ പൊതുവെ വരുന്നൊരു വിമർശനം, വേണ്ടത്ര അങ്ങ് സർക്കാരിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല എന്നൊരു വിമർശനം വരുന്നുണ്ട്. പല കാര്യങ്ങളും ഉണ്ട് അതിനകത്ത്. ഒന്ന്, ഇതൊരു കോംപ്ലക്സ് ഇഷ്യൂ തന്നെയാണ്, വളരെയധികം ഭരണഘടനാ ടേംസ് ഒക്കെയുള്ള ഒരു വിഷയമാണ്. എന്താണ് PM നിയാസ് വിലയിരുത്തൽ? ഇതിൽ കിഫ്ബിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേരളത്തിലെ കഴിഞ്ഞ ബഡ്ജറ്റ് അവതരണ വേളയിലും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും അതുപോലെ ധനകാര്യമന്ത്രിയും ഒക്കെ കഴിഞ്ഞ 5 വർഷക്കാലത്ത് നേട്ടങ്ങളായി എണ്ണിപ്പറയുന്ന, അല്ലെങ്കിൽ അവരുടെ സർക്കാരിൻ്റെ ഏറ്റവും വലിയ ചെയ്ത നേട്ടങ്ങളുടെ പട്ടികയിൽ പറയുന്നത് കിഫ്ബിയാണ്. നമുക്കറിയാം, ഒരു ജനാധിപത്യ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പണം ഉണ്ടാക്കി ക്ഷേമ പ്രവർത്തനത്തിലും വികസന പ്രവർത്തനത്തിലും പണം ചെലവഴിക്കുന്ന രീതിയാണ് അഭികാമ്യം. നമ്മുടെ വീട്ടിൽ പണമുണ്ടെങ്കിൽ ഉള്ള പണത്തിനനുസരിച്ച് അത് ഉപയോഗിക്കുന്നതിലാണ് നമ്മുടെ മിടുക്ക്. നമ്മൾക്ക് ആവശ്യത്തിലേറെ ചെലവഴിക്കുക, പലരോടുമായി പല അയൽക്കാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ഒക്കെ നമ്മൾ കടം വാങ്ങുക, കടം കിട്ടാവുന്നിടത്തോളം കടം വാങ്ങുക, തിരിച്ചു കൊടുക്കുന്നതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ലാതെ കടം വാങ്ങി അങ്ങ് ദൂർത്തും അതുപോലെ തന്നെ വീടും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ദുരന്തമുണ്ടല്ലോ, ആ ദുരന്തത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ചർച്ചയിൽ ഓർക്കേണ്ടത്. അതുതന്നെയാണ് CAG പറയുന്നത്. ബഹുമാനപ്പെട്ട മുസ്തഫ CAGയെക്കുറിച്ചൊക്കെ വളരെയേറെ അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയ പ്രേരിതമാണ്, അസംബന്ധമാണെന്നൊക്കെയാണ്. ബഹുമാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ പാർട്ടി മുമ്പ് ഇന്ത്യ രാജ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിക്കെതിരെ ഒരു CAG റിപ്പോർട്ടുണ്ടായപ്പോൾ, ബോഫേഴ്സുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുണ്ടായപ്പോൾ എന്തൊരു കോലാഹലമായിരുന്നു, എന്തൊരു കുതൂഹലമായിരുന്നു. അപ്പോൾ CAG എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ഒരു പവിത്രമായ സംവിധാനമില്ല, അവർക്കുള്ള അധികാരങ്ങൾ മറ്റാർക്കുമില്ല. ഇന്ത്യയുടെ കണ്ണാണ്, ഇന്ത്യയുടെ ഹൃദയമാണ്, ഇന്ത്യക്ക് വേണ്ടി നിൽക്കുന്ന ഏറ്റവും വലിയ ഒരു ഏജൻസിയാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന അതേ CAGയാണ് അസംബന്ധ നാടകം നടത്തുന്നവരാണ്, അത് രാഷ്ട്രീയമായി കളിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഒരു കാര്യം, ഇവിടെ കിഫ്ബിയുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കേരളത്തിലെ ധനകാര്യമന്ത്രി ജനങ്ങളെ പറ്റിക്കുകയാണ്. ജനങ്ങളെ മാത്രമല്ല, അടുത്ത് വരാനിരിക്കുന്ന സർക്കാരുകളുടെ ഒക്കെ തലയിൽ വലിയ ബാധ്യതകൾ വെച്ച് വെച്ചുകൊണ്ട് ഒരു 50 വർഷക്കാലം കൊണ്ടുപോലും കൊടുത്തു തീർക്കാൻ കഴിയാത്ത ബാധ്യതകൾ വാങ്ങിവെച്ച് ഇപ്പോൾ അദ്ദേഹം ഏറ്റവും വലിയ സർക്കസ് കളിക്കുകയാണ്. ഇത് ആർക്കാ ചെയ്തുകൂടാത്തത്? കഴിഞ്ഞ ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൻ്റെ കാലത്ത് ഒരു 50 കൊല്ലത്തേക്ക് കടം വാങ്ങി നമ്മൾ ലോകം മുഴുവനും കടം വാങ്ങി അടുത്ത സർക്കാരിൻ്റെ തലയിലേക്ക് വെച്ചിരുന്നുവെങ്കിൽ അത് ഈ ഗവൺമെൻറ് എന്ത് പറയുമായിരുന്നു? ഇപ്പോൾ ഒരൊറ്റ കാര്യം കൂടി 5 വർഷം കൊണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ കടബാധ്യത 70% വർദ്ധിച്ചിട്ടുള്ളത്. 2014-15 വർഷക്കാലത്ത് 1,44,947 ആയിരുന്നു നമ്മുടെ കടബാധ്യത. അത് ഈ ഒരു 5 വർഷം കൊണ്ട് 2,41,615 കോടിയായി വർദ്ധിച്ചു. ഇത് നമ്മൾ ആലോചിക്കണം. ഈ ധനകാര്യ സർക്കസിലുള്ള കെടുകാര്യസ്ഥതയും കഴിവുകേടും അതൊക്കെയാണ് VD സതീശൻ ഇന്ന് സഭയിൽ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഒറ്റ കാര്യം കൂടി, ഇതിന് കിഫ്ബിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലെങ്കിൽ പോലും ധനകാര്യ മാനേജ്മെൻറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരൊറ്റ കാര്യം കൂടി എനിക്ക് ഇവിടെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായി ദുരന്ത നിവാരണമാണ്. ദുരന്ത നിവാരണത്തിന് കഴിഞ്ഞ പ്രളയകാലത്ത് നമ്മൾ ഇന്ത്യ രാജ്യത്തിലെ ഗവൺമെൻറ്, ഭാരത സർക്കാർ ഉൾപ്പെടെയുള്ള സർക്കാരുകൾ നൽകിയ തുകയിൽ നിന്ന് ചെലവഴിച്ച ബാക്കി തുക
1113.98 കോടി. ആ കോടി ബാക്കി ഉണ്ടെങ്കിൽ അത് ഇന്ന രീതിയിൽ കൗൺസിലിന് മുമ്പാകെ വെച്ചുകൊണ്ട് ഇന്ന രീതിയിൽ ചെലവഴിക്കണം. അത് പലിശ കിട്ടുന്ന ധനകാര്യ വാണിജ്യ ബാങ്കുകളിലോ സർക്കാർ സെക്യൂരിറ്റികളിലോ ട്രഷറി അക്കൗണ്ടിലെയോ പ്രത്യേകമായി പലിശ കിട്ടുന്ന രീതിയിൽ നിക്ഷേപിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ തുക പോലും വകമാറ്റിക്കൊണ്ട് മുന്നോട്ട് പോയ ഒരു ധനകാര്യ മാനേജ്മെൻറ്റാണ്. ഈ ധനകാര്യ മാനേജ്മെൻറ്റിനെയാണ് മുസ്തഫയും അതുപോലെ തന്നെ CPM കേരളത്തിലെ മുഖ്യമന്ത്രിയും തോരാതെ ഈ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കിത് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിൽ നമ്മൾ ആലോചിക്കേണ്ടത് കടം വാങ്ങി ചെലവഴിക്കുന്നത് വലിയ പുണ്യപ്രവൃത്തിയാണ് എന്ന് അങ്ങ് വിശ്വസിക്കുന്നുവെങ്കിൽ മുസ്തഫ എനിക്കൊന്നും പറയാനില്ല. അങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത്? പക്ഷേ കടം വാങ്ങിക്കോട്ടെ, വികസനമാണ്. യെസ്, കടം വാങ്ങിക്കോട്ടെ. കടം വാങ്ങണ്ടെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. ശ്രീ PM നിവാസ്, നമുക്ക് കടം വാങ്ങരുതെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ കടം വാങ്ങിക്കോട്ടെ. പക്ഷേ കടം വാങ്ങിയ പണം ഈ രീതിയിൽ എവിടെ ചെലവഴിച്ചു എന്നൊരു ചോദ്യം നേരത്തെ ശ്രീ PR ശിവശങ്കരൻ ചോദിച്ചിരുന്നു. ഈ ഇത്രയും ലക്ഷം കോടിയുടെ ഒരു വർധനവുണ്ടായിരിക്കും. അപ്പോൾ ആ കോടികളൊക്കെ എവിടെ പോയി? അതാണ് ഞാനൊരു സാധാരണക്കാരനായി ചോദിക്കുകയാണ്. ഈ ധനകാര്യ മാനേജ്മെൻറ്റ് ഞാനൊരു എക്സ്പേർട്ട് അല്ല, ഒരു സാധാരണക്കാരൻ, നമ്മുടെയൊക്കെ ചായക്കടയിലൊക്കെ ഇരിക്കുന്ന ഒരു പാവപ്പെട്ട ഒരാൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഇത്രയും ലക്ഷം കോടിയൊക്കെ എവിടെ പോയി എന്നൊരു ചോദ്യം ഇവിടെയുണ്ട്. രണ്ടാമത്തെ കാര്യം ഈ വിഷയങ്ങളൊക്കെയാണ് VD സതീശൻ നേരത്തെ എത്തിക്സ് കമ്മിറ്റി മുമ്പാകെ ഉന്നയിച്ചു. അവിടെ തിരിച്ചടിയുണ്ടായി. എത്തിക്സ് കമ്മിറ്റി വേറൊരു റിപ്പോർട്ടാണ് കൊടുത്തത്, അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുത്തു. ഇന്ന് നിയമസഭയിലും അതേ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ധനകാര്യ സെക്രട്ടറി മിനിറ്റ്സ് തിരിച്ചയച്ചില്ല, മറ്റു ചില ക്രമക്കേടുകളൊക്കെ നടന്നിട്ടുണ്ടെന്ന കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചു. പക്ഷെ അപ്പോഴും രാഷ്ട്രീയപരമായിട്ട് ആക്രമിക്കാനായിരുന്നു CPMൻ്റെ ഒരു നീക്കം. ഇന്ന് സഭയിൽ പ്രത്യേകിച്ച് മൂലയ്ക്ക് ഒതുങ്ങിയില്ലേ എന്നുള്ള പരാമർശങ്ങളൊക്കെ വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനൊക്കെ തിരിച്ചടിക്കാൻ സാധിച്ചിട്ടില്ല എന്നൊരു നമുക്ക് പൊളിറ്റിക്കലി വിലയിരുത്തുമ്പോൾ അങ്ങനെ ഒരു വിലയിരുത്തൽ കൂടി വരുന്നുണ്ട്. നമുക്ക് മെറിറ്റിലേക്ക് പോകാം, അതിനു മുമ്പ് രാഷ്ട്രീയമായി ചില വിലയിരുത്തൽ കൂടി. ഷാബാബു, ഞാനത് ആ കാര്യത്തിൽ ഷാബാബു പറഞ്ഞതിൽ ഞങ്ങളിതിൽ രാഷ്ട്രീയവൽക്കരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മളിതിൽ കേരളത്തിലെ ധനകാര്യം കൈകാര്യം ചെയ്യുന്നത് സാധാരണക്കാരനായ ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും തലയിൽ കടത്തിന്റെ ബാധ്യത കൊട്ടിവെക്കുന്ന നിലപാടിനെതിരായിട്ട് ഞങ്ങൾ പറയുന്നത്. കടം വാങ്ങേണ്ടി വരും, അത്യാവശ്യ ഘട്ടത്തിൽ കടം വാങ്ങേണ്ടി വരും. നമ്മുടെ വീട്ടിൽ കടം വാങ്ങുന്നില്ലേ, നമ്മൾ വ്യക്തിപരമായി കടം വാങ്ങുന്നില്ലേ? പക്ഷെ അത് ഒരു ആവശ്യഘട്ടത്തിൽ അത് തിരിച്ചു കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള കടമേ നമ്മൾ വാങ്ങിക്കാവൂ. നമുക്ക് ഒരു കാലത്തും കൊടുക്കാൻ കഴിയില്ല, 50 കൊല്ലത്തേക്ക് നമുക്ക് കൊടുക്കാൻ കഴിയില്ല. നമ്മുടെ സംസ്ഥാനത്തിന് ഒരിക്കലും കൊടുക്കാൻ കഴിയാത്ത രീതിയിൽ കടം വാങ്ങുക എന്ന് പറഞ്ഞാൽ അതൊരു സാമാന്യ മര്യാദയുള്ള സാമാന്യ ബോധമുള്ള ഒരാൾ ചെയ്യേണ്ട കാര്യമാണോ? ഇവിടെ ഞങ്ങൾക്കുള്ള പ്രശ്നം അതാണ്. ഞങ്ങളിവിടെ കേരളത്തിലെ ഗവൺമെൻറ്റിനെ പണമില്ലാതെ അങ്ങ് പടുകുഴിയിലേക്ക് ആക്കണമെന്നല്ല ഞങ്ങൾ പറയുന്നത്. അത് മാനേജ്മെൻറ്റിലാണ്. കോടിക്കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് കോടിയുടെ ഇടപാടുകൾ സുതാര്യമായി നടത്തുന്നതിന് പകരം കിഫ്ബിക്ക് ഓഡിറ്റ് പാടില്ല. കിഫ്ബിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നും സുതാര്യതയില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ തങ്ങളുടെ പണം സർക്കാരിൻ്റെ പേരിൽ കടം വാങ്ങുക, അത് അടുത്ത സർക്കാരുകളുടെ തലകളിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലെ സാധാരണക്കാരായ കോടിക്കണക്കിന് ആളുകളുടെ തലയിലേക്ക് കൊണ്ടുവെക്കുക ബാധ്യത, എന്നിട്ട് അത് ദൂർത്തടിക്കുക, അഴിമതി നടത്തുക. ഈ രീതിയിലുള്ള പ്രവർത്തനത്തെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് വളരെ സൂക്ഷിച്ചും വളരെ കൃത്യമായും ഞങ്ങൾ പറയുന്നത്. ഞങ്ങളിവിടെ ഒരു കാര്യം പറയാം, ഞങ്ങൾ ഏറ്റവും പ്രധാനമായ എത്തിക്സ് കമ്മിറ്റി ഇവിടെ രാഷ്ട്രീയമല്ലേ കളിച്ചത്? ഇവിടെ CAG രാഷ്ട്രീയം കളിച്ചു എന്ന് പറയുന്ന മുസ്തഫയോട് എത്തിക്സ് കമ്മിറ്റി ഏറ്റവും പ്രധാനമായ ഇതിൻ്റെ എത്തിക്സ് നമ്മുടെ ഏറ്റവും പ്രധാനമായ നിയമസഭയിലെ ഭരണഘടനാപരമായ നിയമസഭയിലെ എത്തിക്സ് കമ്മിറ്റി പോലും രാഷ്ട്രീയ പ്രേരിതമായത് കൈകാര്യം ചെയ്തത്. ഞങ്ങൾ അവിടെയാണ് കൊടുക്കുന്നത്. ഞങ്ങളിവിടെ പറയുന്നത് VD സതീശൻ MLA പറഞ്ഞ കാര്യങ്ങൾ ഈ രാജ്യത്ത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത നമ്മുടെ എത്തിക്സിനെതിരായിട്ടുള്ള കാര്യമാണ്. ഒരു മന്ത്രി ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രി ഇതെല്ലാം കാറ്റിൽ പറത്തുകയാണ്. അത് നിയന്ത്രിക്കുന്നതിന് പകരം എത്തിക്സ് കമ്മിറ്റി എന്തായാലും എനിക്ക് തോന്നുന്നു സമാനമായ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. അതുകൊണ്ട് ആ ഒരു സാഹചര്യമാണ് നമുക്കുള്ളത്. തീർച്ചയായും നിയാസ്, ഒരു നിമിഷം സമാനമായ ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല കേരള രാഷ്ട്രീയത്തിൽ. അതുകൊണ്ട് രാജ്യസഭയുടെ 65ാമത് റിപ്പോർട്ട്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എത്തിക്സ് കമ്മിറ്റി തീരുമാനമെടുത്തതെന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് അതിൻ്റെ മെറിറ്റിലേക്ക് പോകാം. ശ്രീ VPP മുസ്തഫ അതൊക്കെ അംഗീകരിക്കുന്നുണ്ട്. എത്തിക്സ് കമ്മിറ്റി റിപ്പോർട്ടുകൾ മുഴുവൻ വായിക്കുമ്പോൾ പല ചോദ്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട്. എന്നാൽ ആ പണം എവിടെ പോയി, ഈ പണം എവിടെ പോയി, ഇതിലെന്താണ് ചട്ടങ്ങൾ എവിടെയാണ് ലംഘിക്കപ്പെടുന്നത്, അപ്പോൾ ഇത് ബാധകമല്ലേ? ഇന്ന് ജെയിംസ് മാത്യു പറഞ്ഞത് 293 സർക്കാരിന് മാത്രം ബാധകമാണ്, അതായത് സർക്കാരിന് മാത്രമേ ബാധകമുള്ളൂ, അത് കിഫ്ബിക്ക് ബാധകമല്ല എന്നൊരു പോയിന്റാണ് ഉന്നയിച്ചത്. 2, സർക്കാർ അല്ല ബോണ്ട് ഇറക്കിയെന്നാണ് രണ്ടാമത്തെ പോയിന്റ്. നമുക്കത് മെറിറ്റിലേക്ക് പോകാം. അതിന് മുമ്പ് ഒരു ചോദ്യം ശ്രീ VPP മുസ്തഫ, ആരെങ്കിലുമൊക്കെ ചോദ്യം ചെയ്യാൻ വന്നാൽ, ആരെങ്കിലുമൊക്കെ കണക്കെടുക്കാൻ വന്നാൽ അപ്പോൾ അവർക്കെതിരെ തിരിയുന്ന നിലപാട്, ഇന്ന് സ്വരാജിൻ്റെ ഭാഷയിൽ അത് കൃത്യമായിരുന്നു.
ഭീഷണി ഉണ്ടായിരുന്നു. കണക്കറിയില്ലെങ്കിൽ, നിയമം അറിയില്ലെങ്കിൽ അത് ഞങ്ങൾ പഠിപ്പിക്കും എന്ന രീതിയിലൊക്കെ. എനിക്ക് തോന്നുന്നു ഒരു ഭരണഘടനാ സ്ഥാപനം എന്ന് താങ്കൾ തന്നെ വിശേഷിപ്പിച്ച ഒരു സ്ഥാപനത്തെ നോക്കി ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? മോഡിയുടെ ഭരണകാലത്ത് ഭരണഘടനാ സ്ഥാപനങ്ങളെ എത്ര നീചമായ നിലയിലാണ് രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളതിനെ കുറിച്ച് ദേശീയ തലത്തിൽ തന്നെ എത്രയോ ചർച്ചകൾ നടക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അതിന്റെ അതല്ലല്ലോ നമ്മുടെ പ്രധാനം എന്നുള്ളതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. വലിയ നിലയിൽ മോഡി ഭരണം ഈ ഭരണഘടനാ സ്ഥാപനങ്ങളെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതിൽ, അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതിൽ വിമർശനം നേരിടുകയാണ്. സ്വാഭാവികമായിട്ടും ഒരു സ്ഥാപനത്തെ ഏൽപ്പിച്ച, പ്രത്യേകിച്ച് ഒരു ഭരണഘടനാ സ്ഥാപനത്തെ ഏൽപ്പിച്ച ധർമ്മം മറന്ന് അത് കേന്ദ്ര ഭരണകക്ഷിയുടെ ഒരു ഉപകരണമായി തീരുമ്പോൾ അതിനെതിരായ വിമർശനം ഉയരും. ആ വിമർശനത്തെ ഭീഷണിയാണ് മറ്റൊന്നൊക്കെ പറയുന്നത് ശരിയല്ല. ഇവിടെ പറഞ്ഞത് കടമാണ്. നിങ്ങൾ നോക്കൂ, ഉമ്മൻചാണ്ടിയുടെ ഭരണകാലം, വി.എസ്. അച്യുതാനന്ദന്റെ ഭരണം ഒഴിയുമ്പോൾ കേരളത്തിന്റെ കടം 78,673 കോടി രൂപയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ഭരണം 5 വർഷം കഴിഞ്ഞ് 2016 കഴിയുമ്പോഴേക്കും 1,57,370 കോടി രൂപയായിരുന്നു കേരളത്തിന്റെ കടം വർദ്ധിച്ചത്. നേരെ ഇരട്ടിയിലധികമായിട്ട് 5 വർഷം കൊണ്ട് ഉമ്മൻചാണ്ടി അത് വർദ്ധിപ്പിച്ചു. ഇപ്പോ കടം ഏതാണ്ട് വരുന്നത് 1,39,446 കോടി രൂപയായിട്ട് വർദ്ധിക്കുമെന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. നമ്മൾ സാധാരണ ആളുകൾ കടം വാങ്ങിക്കുന്നത് പോലെ ഇതിനെ കാണരുത്. ഇനി മോഡി ഭരണത്തിന്റെ കടം, UPA ഭരണം കഴിഞ്ഞിട്ട് മോഡി ഭരണം വന്നതിന് ശേഷം 2019-20 സാമ്പത്തിക വർഷം വരെയുള്ള റിസർവ് ബാങ്കിന്റെ പ്രാഥമിക കണക്കുകൾ വെച്ചിട്ട് 1,04,70,773 കോടി രൂപയാണ് ഇപ്പോ ഇന്ത്യയുടെ ആഭ്യന്തര കടം. അത് നമ്മുടെ മൊത്തം GDP-യുടെ 77. അദ്ദേഹത്തിന്റെ കണക്കുകൾ കേട്ടിട്ട് ആപ്ലിക്കേഷൻ തരിച്ചു പോയിട്ടുണ്ട്. യെസ്, പറയും മുസ്തഫ പറയും. നമ്മുടെ ഈ കടം, സർക്കാരിന്റെ കടത്തെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോ എല്ലാ ഭാഗത്തും അത് ശ്രദ്ധിക്കണം. എല്ലാ കാലത്തും ഇത് ഉണ്ടാകുന്നുണ്ട്. അത് നമ്മൾ സാധാരണക്കാരുടെ കടം വാങ്ങിക്കുന്ന പോലെ അല്ല കാണേണ്ടത്. ഇവിടെ വികസനത്തെ സംബന്ധിച്ചിട്ട് ഇനി ആർക്കെങ്കിലും ബോധ്യപ്പെടുന്നില്ലെങ്കിൽ അവര് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കട്ടെ, ജനം വിധി എഴുതട്ടെ. ഇപ്പൊ ഒരു വിധി എടുത്ത് വന്നു. ഇവരൊക്കെ അന്ന് പറഞ്ഞത്, ശിവശങ്കറും നിയാസും ഒക്കെ അന്ന് പറഞ്ഞത്, ജനൻ ടിവിയും അന്ന് പറഞ്ഞത്, ഇതാ കേരളത്തിൽ ഒന്നും നടക്കുന്നില്ല. സർക്കാർ സ്വർണ്ണക്കടത്ത് നടത്തിയെന്ന് ഇന്ന് വരെ കേന്ദ്രത്തിലെ അന്വേഷണ ഏജൻസി പറഞ്ഞു. തീർച്ചയായും മുസ്തഫ, നമുക്ക് ആ വിഷയത്തിലേക്ക് പോവാം. നമുക്ക് വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ലേ. ഞാൻ ഒന്ന് ഇടപെടുകയാണ്, എൻ്റെ ഒരു പ്രിവിലേജ് വെച്ച് ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഒറ്റ നിമിഷം. നമുക്ക് അതിന് മറുപടി വേണം. അതിനു മുമ്പ് ശ്രീ PM നിയാസിനും മറുപടി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ PR ശിവശങ്കർ, ഞാൻ വരാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശ്രീ PP മുസ്തഫ ഉന്നയിച്ചത്. കാരണം കടമെടുക്കുന്നതിൽ കേന്ദ്ര സർക്കാർ ഒട്ടും മോശമല്ല, മുൻ ഉമ്മൻചാണ്ടി സർക്കാർ മോശമല്ല.